ഈ മൊബൈൽ ഫോണൊക്കെ ചീത്തയായി കഴിഞ്ഞാൽ അത് നന്നാക്കാൻ കൊടുക്കുമ്പം അതൊക്കെ ഈ പെണ്ണുങ്ങൾക്ക് സേഫ്റ്റിക്ക് വലിയ പ്രോബ്ലം ആണെന്നൊക്കെ ഒരു ന്യൂസ് പഴയൊരു ചാനലിൽ കണ്ടു. ഒരു മുസ്ലിം സ്ത്രീ, അവർ നല്ലൊത്തിരി പ്രായമൊക്കെ ഉള്ളവരാണ്. അവർ മൊബൈൽ ചീത്തയായി അവർ നന്നാക്കാൻ മൊബൈൽ കടയിൽ കൊടുത്ത് അവരെ ഫോട്ടോസൊക്കെ എടുത്ത് വേറെ എന്തൊക്കെ ആപ്പ് വെച്ച് അവരെ തുണിയില്ലാത്ത രീതിയിലൊക്കെ ആക്കിയിട്ട് അവർക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് ആ പയ്യന്മാർ പറയും പോലെ കേട്ടില്ലെങ്കിൽ ഈ സ്ത്രീയുടെ ഫോട്ടോ മുഴുവൻ ലോകം മൊത്തം നിറയ്ക്കും എന്നൊക്കെ പറഞ്ഞു. ഇവർ അതുകൊണ്ട് ഈ ആരും കാണാതിരിക്കാൻ വേണ്ടി ഈ പയ്യന്മാർ ആരടുത്തൊക്കെ വിളിക്കുന്നോ അവരടുത്തൊക്കെ ഈ സ്ത്രീ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇവർ പോയി അവരൊരു പ്രോസ്റ്റിറ്റ്യൂട്ടായി മാറി. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സ്ത്രീക്ക് അതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇപ്പോൾ ലോകത്ത് ആണ് പെണ്ണ് എന്നല്ലാതെ ഒരു വർഗമുള്ളത് ശിഖണ്ഡിയമാണ്. അതെങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഈ ആണായാലും പെണ്ണായാലും എല്ലാവർക്കും ഒരുപോലത്തെ സാധനമല്ലേ. ഇങ്ങനെ നമ്മളെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ ആ ഫോട്ടോസ് ഇങ്ങനെ ഇവരെ കയ്യിൽ കിട്ടിയ ഉടനെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുകയല്ലേ വേണ്ടത്. കേസ് കൊടുത്ത് അവന്മാരെ അകത്താക്കാനുള്ളതിന് ഈ സ്ത്രീ അവന്മാർ വിളിക്കുന്ന വർഷങ്ങളോളം ഈ അവന്മാരെ വിളിക്കുന്നിടത്തൊക്കെ പോയി ഇവരൊരു ലോക ഫ്രോഡായി മാറി. അതുകൊണ്ട് ഈ നമ്മളെ ഭാഗത്ത് ഇപ്പോൾ ആപ്പുകളൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെങ്കിൽ ഇപ്പം സ്ത്രീ സുരക്ഷ നല്ല രീതിയിലാണ് പോകുന്നത്. ആരെന്ത് കണ്ടാൽ എന്തത് ആണ് പെണ്ണ് അതിലപ്പുറം ഒന്നുമില്ല. നമ്മളെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഉടനെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്ത് ഇങ്ങനെയുള്ള ഫ്രോഡുകളെയൊക്കെ അകത്താക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവന്മാരെ വിളിക്കുമ്പോഴൊക്കെ ഇറങ്ങി പോവുകയല്ല വേണ്ടത്. എന്തോ ആൾക്കാർ